വീണ്ടും നമ്മൾ ശിരൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ ദൗത്യം പുരോഗമിക്കുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അല്പസമയം മുമ്പ് ആരംഭിച്ചിരുന്നു. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എങ്ങനെ പുരോഗമിക്കുന്നു തെരച്ചിൽ? ആര്യ, നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം ഇപ്പോൾ നേവി സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങൾ തന്നെ നമുക്ക് തത്സമയം ആ ദൃശ്യങ്ങൾ കാണാം. നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൂടി ഈ മൂന്നാം ദിനത്തിൽ ദൌത്യത്തിൽ പങ്കാളികളാവുന്നു. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ നേവിയുടെ സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. പ്രധാനമായും അവർ GPS പരിശോധന നടത്തി കഴിഞ്ഞു. ഇനി സോണാർ പരിശോധന കൂടി നടത്തുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ. എന്തായാലും അവർക്ക് ഡ്രഡ്ജറിനകത്ത് ഇപ്പോൾ നമുക്ക് അവരെ കാണാം. GPS പരിശോധന പൂർത്തിയായി. ഇനി സോണാർ പരിശോധനയ്ക്ക് കടക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ മറ്റൊരു പോയിന്റ് ഉണ്ട്. ആ സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്, വലിയ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോൾ ഈ അസ്ഥി കിട്ടിയ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ സോണാർ പരിശോധനയിൽ എന്തെങ്കിലും ലോഹഭാഗങ്ങൾ കിട്ടുമോ എന്ന് അറിയാനാണ് ഇപ്പോൾ സോണാർ പരിശോധന നടത്തുന്നത്. അവർ ഡ്രഡ്ജറിനകത്തേക്ക് കയറി ആ പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് വസ്തുക്കളാണ് ഇത്തരത്തിൽ ഈ ഡ്രഡ്ജർ, ഈ JCB യന്ത്രത്തിന്റെ കൈകളിൽ നിന്നും ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും ഇത്തരത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. കൂറ്റൻ മരങ്ങൾ ഉണ്ട്, അതുപോലെ തന്നെ പല പല വസ്തുക്കളുണ്ട്. ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് നിരവധി വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ്. ഒരു സ്കൂട്ടർ തന്നെ കിട്ടിയ സ്ഥലമാണ്. ഇതാ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. ഒരു പക്ഷേ അവർക്ക് ആവശ്യമുള്ള, അതായത് പ്രധാനമായി എന്ന് തോന്നുന്ന സാധനം മാത്രമാണ് അവർ ഈ ടഗ് ബോട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിച്ച സാധനം അത് ടഗ് ബോട്ടിനകത്തേക്ക് എടുത്തിരിക്കുന്നു. എന്തോ ഒരു പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ്. മരമല്ല, ഒരു പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് റേഞ്ചിൽ ഈ വിഷ്വൽസ് കാണാം. ബൈജു കാണുന്നതിലും ക്യാമറയിൽ കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതൊരു ടവർ ആണെന്നാണ് മനസ്സിലാകുന്നത്. ടവറിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാകുന്നു. നമുക്കറിയാം, ആ മലയിൽ നിന്ന് ഇത്തരത്തിൽ ടവറുകളും മരങ്ങളും ഒക്കെയാണ് ഒന്നാകെ ഇടിഞ്ഞ് താഴേക്ക് പുഴയിലേക്ക് എത്തിയത് എന്നുള്ളത്. തുടർന്നോളൂ ബൈജു. തീർച്ചയായും ആര്യ, അത് തന്നെയാണ് സാധ്യത. ഇവിടെ ഒരു HT ലൈൻ, അത് വലിയൊരു ടവർ ആ പ്രദേശത്തുണ്ടെന്ന് ഇന്ദ്രപാൽ അദ്ദേഹം നടത്തിയ തെരച്ചിലിൽ ആ CP4 തൊട്ടടുത്തായി ടവർ ഉണ്ടെന്ന് നേരത്തെ കണ്ടെത്തുന്നു. ആ ടവറിന്റെ അവശിഷ്ട ഭാഗം തന്നെയായിരിക്കും അത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവിടെ നിന്നും മണ്ണുകൾ എടുത്ത് അത് സൂക്ഷ്മമായി മറ്റൊരിടത്തേക്ക് നിക്ഷേപിച്ച് അതിൽ എന്തെങ്കിലും വസ്തുക്കൾ ലഭിക്കുന്നുണ്ടോ, ഇന്നലെ ലഭിച്ച പോലെ അസ്ഥിയോ മറ്റോ വസ്തുക്കൾ ലഭിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അതിനൊപ്പം തന്നെ ലോറിയുടെ എന്തെങ്കിലും ഭാഗങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നാണ് ഈ ഡ്രഡ്ജിംഗ് ഉപയോഗിച്ച് പ്രധാനമായും നോക്കുന്നത്. ആ JCB ഇത്തരത്തിൽ ഓരോ ആഴങ്ങളിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴും പല പല വസ്തുക്കളാണ് അതിൽ കിട്ടുന്നത്. എന്തായാലും ടവറിന്റെ ഒരു ഭാഗം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ആ ടവറാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കാരണം ഈ പുഴയുടെ അടിത്തട്ടിൽ തിരച്ചിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരം വസ്തുക്കളിലുള്ളത്. അതുകൊണ്ട് ലക്ഷ്മണന്റെ ചായക്കടിയിലെ വലിയ തോതിലുള്ള ഷീറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും അവിടെ തന്നെയാണുള്ളത്. എന്തായാലും ഈ ലക്ഷ്മണന്റെ കടയുടെ പല വസ്തുക്കളും ഇപ്പോൾ ഈ ഇത്രയും ദൂരം മാറിയാണ് ലഭിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ നിർണായകമായ കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകൾ തന്നെ ലഭിച്ചേക്കാം. അത്തരത്തിലുള്ള സൂക്ഷ്മമായ ഒരു പരിശോധനയാണ്. ഒരു വലിയ മരത്തിന്റെ ശിഖരങ്ങളൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. എന്തായാലും നേവി അവരുടെ ആ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ എത്തും. അവരും ഇത്തരത്തിൽ ആഴങ്ങളിലെത്തി പരിശോധന നടത്തും. ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഇത്തരത്തിൽ തെരച്ചിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മരത്തിന്റെ ശിഖരങ്ങളൊക്കെ വെച്ച് ഉയർത്തുമ്പോൾ ആ യന്ത്ര കൈയിൽ കുരുങ്ങിക്കിടക്കുന്നത് ഒരു പക്ഷേ ആ മരങ്ങൾക്കും മറ്റും ഇടയിൽ ഇത്തരത്തിൽ കാണാതായ 3 പേരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവശേഷങ്ങൾ ലഭിക്കുമോ എന്നതാണ് പരിശോധിക്കുന്നത്. എന്തായാലും നിർണായകമായ ഓരോ മണിക്കൂറുകൾ തന്നെയാണ് ഗംഗാവലിപ്പുഴ ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായും ബൈജു, എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഇപ്പോൾ നേരത്തെ ബൈജു സൂചിപ്പിച്ചു, മേജർ ഇന്ദ്രബാലൻ കൃത്യമായി സൂചിപ്പിച്ച സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ നമുക്ക് ആ ടവറിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുന്റെ ലോറിയും നമുക്ക് ആ കൃത്യമായി പോയിന്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ കൂടി നമുക്ക് ഇതിൽ വെക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ആര്യ, അത് തന്നെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇന്ദ്രപാൽ അദ്ദേഹം നടത്തിയ ആ പരിശോധനയിൽ വലിയ ലോഹഭാഗം ആ അർജുന്റെ വാഹനത്തിന്റെ
കണ്ടെത്തുകയും ആദ്യം ന്യൂസ് 18 അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്ന് മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. നേവിയുടേതായാലും ഈ ഡ്രഡ്ജിംഗ് ആയാലും അത്തരം മുങ്ങൽ വിദഗ്ധരുമായാലും അതെല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരേ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ കൃത്യമായ ആ സൂചനകൾ ലഭിക്കും എന്ന ഒരു ഉറപ്പിന്മേൽ തന്നെയാണ് അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ആ മണ്ണുകളൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ മണ്ണുകൾ നീക്കം ചെയ്യുമ്പോൾ അതിനകത്ത് അർജുന്റെ ലോറി അവിടെ വലിയ തോതിൽ മണ്ണിൽ പൂണ്ട നിലയിൽ ലഭിക്കുമോ എന്നതാണ് ഇപ്പോൾ തെരച്ചിലിലൂടെ നോക്കുന്നത്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിൽ അർജുൻ ലോറിയുടെ പുറത്തേക്ക് അത്തരത്തിൽ തെറിച്ചു വീഴുകയോ മറ്റോ ചെയ്യോ സാഹചര്യം ഉണ്ടായാൽ അവിടെ ഒരുപാട് മരങ്ങളുണ്ട്. നമുക്കറിയാം അത്തരങ്ങൾ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം എന്തായാലും വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് വലിയ പാറക്കൂട്ടങ്ങളിലോ മറ്റേതോ വസ്തുവിൽ ആ JCBയുടെ യന്ത്രക്കൈ തട്ടി നിൽക്കുന്നതാണ്. ആ ഡ്രഡ്ജർ അപ്പാടെ അത്തരത്തിൽ ആ ഒരു അനങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും നമുക്കിപ്പോൾ വലിയ ഏതൊരു വസ്തുവിൽ ഇപ്പോൾ അത് തടഞ്ഞിരിക്കുന്നു. ആ വസ്തുവിൽ തടഞ്ഞിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ പതുക്കെ തന്നെ ആ വസ്തു പുറത്തേക്ക് എടുക്കാൻ അതെന്താണെന്ന് അറിയാൻ അത് യന്ത്രക്കൈ മുകളിലേക്ക് ഉയർത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നിർണായകമായ മണിക്കൂറുകൾ അത് ഗംഗാവലി പുഴയിൽ നിന്നുള്ള ആ മാസങ്ങളായി നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ആ ദൌത്യം തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരു വസ്തുവിൽ അത് ഉടക്കിയിട്ടുണ്ട്. ഇത്തരം സമയങ്ങളിൽ അത് സൂക്ഷ്മതയോടുകൂടി ആളുകളെത്തി അവർ നോക്കിയതിന് ശേഷം മാത്രമേ ഉയർത്താറുള്ളൂ. ഏതായാലും ഇപ്പോൾ ഏതൊരു വലിയ വസ്തുവിൽ അത് ഉടക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ വലിയ പാറക്കല്ലുകളൊക്കെ അവിടെ ഉണ്ടാകാം. അല്ലെങ്കിൽ ആ ആൽമരം ലക്ഷ്മണന്റെ ചായക്കടയിൽ ഉണ്ടായിരുന്ന വലിയ ആൽമരം, ആ ആൽമരത്തിന്റെ അവശിഷ്ടം അവിടെ ഉണ്ടെന്ന് ഇന്ദ്രപാൽ അദ്ദേഹം നടത്തിയ ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ആ മരമാണോ അതറിയില്ല. ഏതായാലും ആ യന്ത്രക്കൈ മുകളിലേക്ക് ആ വസ്തു പുറത്തേക്കെടുത്താൽ മാത്രമേ നമുക്ക് എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത. ഏതായാലും തത്സമയ ദൃശ്യം വളരെ ഇത് കൃത്യമായ തത്സമയ ദൃശ്യം തന്നെയാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ആ JCBക്ക് അത് ഉയർത്താൻ സാധിച്ചിട്ടില്ല. അവർ അതിനുള്ള ശ്രമം നടത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്തായാലും വളരെ വേഗത്തിൽ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുന്ന സൂചനകൾ, നിർണായകമായ തെളിവുകൾ, അത്തരത്തിൽ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഗംഗാവലി പുഴയിൽ അവസാന ദൌത്യത്തോടെ എടുക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും പകരാനുള്ളത്. ഏതായാലും ആ JCB ഇപ്പോൾ ജീവനക്കാരൊക്കെ അതെന്താണ് ആ വസ്തു എന്നറിയാൻ അത് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും സൂക്ഷ്മതയോടുകൂടി വളരെ കൃത്യമായ ഒരു തെരച്ചിൽ തന്നെയാണ് അവർ നടത്തുന്നത്. ഏതായാലും അവിടെ ഒരു മരത്തിന്റെ വലിയ ഭാഗം നമുക്ക് കാണാം. അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പക്ഷേ ഇപ്പോൾ ഉടക്കി കിടക്കുന്ന ആ വസ്തു എന്താണെന്ന് അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ നടത്തുന്നത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നും ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. അർജുന്റെ ലോറിയിലേക്കുള്ള അന്വേഷണം അത് വളരെ ഊർജിതമായി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈജുവിലേക്ക് ഉടൻ മടങ്ങിയെത്താം വരും നിമിഷങ്ങളിൽ തന്നെ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.